Now we will see planar graphs in graph theory. Okay, what is meant by a planar graph? A graph G is equal to VE is called planar when a connected graph can be drawn without crossing edges. When a planar graph is drawn in this way, it divides the plane into regions and we can call it as phase. Okay, അപ്പോൾ ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന ഒരു ഗ്രാഫ്, ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിലുള്ള എഡ്ജസ് പരസ്പരം ക്രോസ് ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത്തരം ഓവർലാപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ഗ്രാഫ്സിനെയാണ് നമ്മൾ പ്ലെനാർ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, when a connected graph can be drawn without any overlaps or without crossing edges, then we can call it as a planar graph. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഇത്തരം ഗ്രാഫ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിഫറെൻറ്റ് റീജിയൻസ് ആയിട്ട് നമുക്ക് പ്ലെയിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ റീജിയൻസിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഹിയർ വി ഹാവ് എ ഗ്രാഫ്. സി, ദിസ് ഈസ് എ ഗ്രാഫ്. Okay, so here we have 4 vertices and 6 edges. Here these 2 edges are crossing each other or they are overlapping. So if we want to make this graph a planar graph, we can simply draw like this so that there is no any edges crossing each other, right? അപ്പോൾ ഇത്തരം ഗ്രാഫിൻ്റെ കേസിൽ നമുക്ക് എഡ്ജസ് ഉണ്ടാവുന്നില്ല, പരസ്പരം ക്രോസ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു പ്ലെനാർ ഗ്രാഫ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും, അല്ലേ? സോ വി ക്യാൻ ചേഞ്ച് എ കംപ്ലീറ്റ് ഗ്രാഫ് ഇൻ ടു പ്ലെനാർ ഗ്രാഫ് ബൈ റീഅറേഞ്ചിങ് ദീസ് edges. Okay, then let's see the example here. In this case we have 5 vertices, v1, v2, v3, v4 and v5. And how many edges we have? 1, 2, 3, 4, 5, 6, 7, 8 edges we have, right? 1, 2, 3, 4, 5, 6, 7 and 8. 8 edges we have, and these edges form certain regions, or we can call it as faces. Okay, what are the regions here? This is the first region, R1. This is the second region, R2. This is the third region, R3. This is fourth and this is fifth region. So there are 5 regions in the graph. In this graph we have 4 finite regions. Okay, these are finite regions. We have boundaries here, so we can call it as a finite region. And there is a infinite region, that is the first one, that is R1. R1 we can call it as an infinite region because it doesn't have any boundary. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ ഒരു കേസിൽ? ഇവിടെ ബൗണ്ടറീസ് ഇല്ലാത്തൊരു ഏരിയ ഉണ്ട്, അതായത് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളൊരു റീജിയൻ ഉണ്ട്. അതുപോലെ തന്നെ ഫൈനൈറ്റ് റീജിയൻസും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ first we will discuss what are the regions. Okay, what are different types of regions and all, and the region of a graph. Consider a planar graph J is equal to VE. It is defined to be, a region is defined to be an area of the plane that is bounded by edges and that cannot be further subdivided. And here the planar graph divides the plane into one or more regions. അതായത് ഒരു പ്ലെനാർ ഗ്രാഫിൻ്റെ കേസിൽ നമുക്ക് ഇത്തരം ബൗണ്ടറീസ് കൊണ്ട് നമുക്ക് എഡ്ജസ് എന്തായിട്ടുണ്ട്? പ്ലെയിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സർട്ടൻ ഏരിയാസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത്തരം ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി ഇത്തരം പ്ലെനാർ ഗ്രാഫ് നമുക്ക് പറഞ്ഞു നമ്മൾ ഡിഫറെൻറ്റ് റീജിയൻസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു ഡയഗ്രത്തിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റി? ഒരു ഇൻഫൈനൈറ്റ് റീജിയൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? സോ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു 2, ദാറ്റ് ഈസ് ഫൈനൈറ്റ് റീജിയൻ ആൻഡ് ഇൻഫൈനൈറ്റ് റീജിയൻ. So in the case of finite region, if the area of the region is finite, then that region is called finite region.
and if the area of the region is infinite, then that region is called infinite region. Okay, a planar graph has only one infinite region. അപ്പോൾ രണ്ട് റീജിയൻ ഉണ്ട്, ഫൈനൈറ്റ് റീജിയനും അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് റീജിയനും. ഫൈനൈറ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഫൈനൈറ്റ് ഒരു ബൗണ്ടറി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഒരു ഫൈനൈറ്റ് റീജിയൻ, ഒരു ഏരിയ നമുക്ക് അവിടെ ഉണ്ട്. ഇനി അങ്ങനെ ഒരു ഫൈനൈറ്റ് ഏരിയ അവിടെ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഇൻഫൈനൈറ്റ് റീജിയൻ ആണ് എന്ന് പറയാം. ഇപ്പോൾ ഒരു പ്ലെനാർ ഗ്രാഫിൽ ഒരൊറ്റൊരു ഇൻഫൈനൈറ്റ് റീജിയൻ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് റീജിയൻ? A region is defined to be any area of the plane that is bounded by edges. Okay, next, properties of planar graph. If a connected planar graph G has E edges and R regions, then R is less than or equal to E. അതായത് ഒരു പ്ലെനാർ ഗ്രാഫിന് ജി എന്ന് പറയുന്ന ഒരു പ്ലെനാർ ഗ്രാഫിൽ ഈ എഡ്ജസ് ഉണ്ട് എങ്കിൽ, അതുപോലെ ആർ റീജിയൻസ് ഉണ്ട് എങ്കിൽ, ഈ ആർ എന്ന് പറയുന്ന നമ്പർ ഓഫ് റീജിയൻസ് ആണ് അല്ലേ, ഈ നമ്പർ ഓഫ് റീജിയൻസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതായിരുന്നു നമുക്ക് കഴിഞ്ഞ ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ കേസിൽ നമുക്കിവിടെ എത്ര എഡ്ജസ് ഉണ്ട്? എഡ്ജ് എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5 6 എഡ്ജസ്. വേർട്ടീസസ് എന്ന് പറയുന്നത് 4 ആണ്. എഡ്ജ് എന്ന് പറയുന്നത് 6 ആണ്. എത്ര റീജിയൻസ് ഉണ്ട്? 1 2 3 and 4 റീജിയൻസ് അല്ലേ. ആർ എന്ന് പറയുന്നത് 4 ആണ്. ഹിയർ 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ജനറലൈസ് ആയിട്ട് എന്ത് പറയാം, ഏതൊരു പ്ലെനാർ ഗ്രാഫിൻ്റെയും റീജിയൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റീജിയൻസ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു the number of edges. And second one, if a connected planar graph G has E edges, V vertices and R regions, then V minus E plus R is equal to 2. And this is what we call Euler's formula for planar graphs. അപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ V എന്ന് പറയുന്നത് എത്രയായിരുന്നു? V4 ആയിരുന്നു അല്ലേ. V4 ആണ്. ഇ എന്ന് പറയുന്നത് 6 ആണ്. റീജിയൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4 ആണ്. So we can substitute these values. So 4 minus 6 plus 4, that is 8 minus 6 is equal to 2. അപ്പോൾ നമുക്ക് ഉള്ള വാല്യൂസ് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു പ്ലെനാർ ഗ്രാഫാണ് നമുക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ റൂളേഴ്സ് ഫോർമുല? ഈ Euler's formula states that if a connected planar graph G has E edges, V vertices and R regions, then V minus E plus R is equal to 2. The next property is if a connected planar graph G has E edges and V vertices, then 3V minus E is always greater than or equal to 6. So here in this example itself we can say the V is equal to 4. So 3 into 4 is equal to 12. 12 minus 6 is equal to what? 6. So 6 is greater than or equal to 6 അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലും പറയാം. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിൽ ഈ എഡ്ജസും വി വെർട്ടീസസും ഉണ്ടെങ്കിൽ 3V minus E is always greater than or equal to 6. Then a complete graph Kn is a planar if and only if n is less than 5. A complete graph means what? For every vertex there is an edge to any other vertex in that graph. That is what we call a complete graph. So Kn means
it has n number of vertices. So for n number of vertices, each vertex had n minus 1 edges അല്ലേ? അതായത് ഓരോ വേർട്ടീസിനും ബാക്കി n minus 1 വേർട്ടീസസിലേക്ക് എന്തുണ്ടായിരിക്കും? എഡ്ജസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കേസിൽ ആ ഒരു ഗ്രാഫ് പ്ലെനാർ ഗ്രാഫ് ആവണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം? അതിൻ്റെ എന്ന് പറയുന്നത് <5 ആയിരിക്കണം. അതായത് 5ൽ കുറവുള്ള ഒരു നമ്പർ ഓഫ് വെർട്ടീസസ് ഉള്ളൊരു ഗ്രാഫിന് മാത്രമേ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ? അതൊരു പ്ലെനാർ ഗ്രാഫാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, എ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് KMN ഈസ് പ്ലെനാർ if and only if m is less than 3. A complete bipartite graph means what? A bipartite graph in that if every vertex has an edge to every other vertex in the another group. അതായത് നമുക്ക് ബൈപാർട്ടൈറ്റ് തന്നെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ വേർട്ടെക്സിനും അടുത്ത ഗ്രൂപ്പിലെ എല്ലാ വേർട്ടെക്സുമായിട്ട് എന്തിരിക്കണം? എഡ്ജ് ഉണ്ടായിരിക്കണം. അപ്പോൾ KM എന്ന് പറയുമ്പോൾ m ഒരു സെറ്റിലെ നമ്പർ ഓഫ് വേർട്ടീസസും n അടുത്ത സെറ്റിലെ നമ്പർ ഓഫ് വേർട്ടീസസും ആയിരിക്കും. അപ്പോൾ ഇതിൽ m ഈസ് ഓൾവേസ് ലെസ് ദാൻ 3. അതായത് ഏതെങ്കിലും ഒന്നിലെങ്കിലും നമുക്ക് ലെസ് ദാൻ 3 ആണെങ്കിൽ മാത്രമേ അത് പ്ലെനാർ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലെനാറാണ്. കാരണം എന്താ? അതിൽ ഒരു സൈഡിൽ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അതായത് ലെസ് ദാൻ 3 ആണ്. ലെസ് ദാൻ 3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അത് പ്ലെനാർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി KN2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതും പ്ലെനാർ ആണെന്ന് പറയാം. ബിക്കോസ് ഹിയർ വി ക്യാൻ ഇൻ്റർചേഞ്ച് ദീസ് വാല്യൂസ്. KN2 ആൻഡ് K2n ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, so we can say this is also planar. അപ്പോൾ m less than 3 എന്ന് പറയുമ്പോൾ that m can be in any place. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കേസിൽ അതിൻ്റെ n എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആയിരിക്കണം. അതുപോലെ ഒരു കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ആണ് എങ്കിൽ അതിൻ്റെ ഒരു സൈഡിലെങ്കിലും ലെസ് ദാൻ 3 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അവിടെ ഒരു പ്ലെനാർ ഗ്രാഫ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് ഓൾ ട്രീസ് ആർ പ്ലെനാർ. എല്ലാ ട്രീസും എന്താണ്? പ്ലെനാറാണ്. ഓക്കെ, so that are the properties of planar graphs. Next example, as I told you before, not all graphs are planar. If there are too many edges and too few vertices, then some of the edges will need to intersect. The smallest graph where this happen is K5. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് n less than 5 ആയ ഒരു ഗ്രാഫിൽ മാത്രമേ, ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ മാത്രമേ നമുക്ക് പ്ലെനാർ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏത് സ്മോളസ്റ്റ് ഗ്രാഫിനാണ് നമുക്കത് ഒരു നോൺ പ്ലെനാർ കാണാൻ വേണ്ടി പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് K5 അല്ലേ? കാരണം K4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പ്ലെനാർ ആണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് K1, 2, 3 ഇതിൻ്റെ എല്ലാ ഒരു വേർട്ടെക്സിന് ബാക്കി എല്ലാ വേർട്ടെക്സിലേക്ക് പോകാൻ. ഇനി A, B, C, D ആണെങ്കിൽ ദെൻ ബിയിൽ നിന്നും സിയിലേക്കായി, എയിലേക്കായി, ദെൻ ഡിയിലേക്കുമായി. ഓക്കെ, ദെൻ സിയിൽ നിന്നും ഇതുപോലെ. ഇതൊരു K5 ആണ്, K4 ആണ് നമുക്ക് പറയാം. അപ്പോൾ ഈ K4ൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ or without overlapping we can draw the edges. So we can say K4 is planar. So here in the case of K5, this is a diagram for K5. Here we have to overlap the edges. See, ഇവിടുന്ന് ഏതൊരു ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പുറത്തൂടെ വരയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും? Of course not. That is why we can say this K5 is not planar. Then next one, K33 is not planar. നമ്മൾ പറഞ്ഞു K2n, അതായത് ഒന്ന് എന്താണ്? 2 ആണ്. ബാക്കി നെക്സ്റ്റ് ഏതായി കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? അത് നോൺ പ്ലെനാറില്ല, പ്ലെനാർ ആണെന്ന് പറയാം. നേരെ മറിച്ച് ഇത് ഒന്ന് നമുക്ക് 3 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റില്ല? അത് പ്ലെനാർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ K33 എന്ന് പറയുന്നതാണ് നമുക്കതിൽ
ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബൈപാർട്ടേറ്റ് ഗ്രാഫിലായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ K33 is not a planar. Then suppose K33 were planar, then by Euler's formula there will be 5 faces. Since V is equal to 6 and E is equal to 9 and 6 minus 9 plus R is equal to 2. ഇപ്പോൾ നമ്മൾ യൂളേഴ്സ് ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആ ഒരു യൂളേഴ്സ് ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 333 ആണ്. ഈ ഒരു രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത് സെക്കൻഡും ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തു എന്നിരിക്കട്ടെ. തേർഡിനെ നമുക്ക് ഒന്നായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നിനെങ്കിലും ഓവർലാപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, അവിടെ ഒരിക്കലും പ്ലാനാർ നടക്കില്ല എന്നും, അല്ലെങ്കിൽ അവിടെ ഒരു ഓവർലാപ്പിംഗ് എന്ത് തന്നെയായാലും സംഭവിക്കും. അതുകൊണ്ടത് പ്ലാനാർ എല്ലാം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു K33യെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് നമുക്ക് ഒരു മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്കിവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് V is equal to 6, E is equal to 9 ആണ്. ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ എന്ത് വരും, 5 ആണ് വരുന്നത്. അതാണ് നമ്പർ ഓഫ് ഫേസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റീജിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കേസിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊന്നും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എഡ്ജിലേക്കാണ് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മിനിമം വേണ്ടി വരും, നമുക്ക് 4 വേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്ത് ഇതൊരിക്കലും നമുക്കത് പോസിബിളായിട്ട് വരില്ല. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം. കാരണം ഫേസ് എന്ന് പറയുന്നത് റീജിയൻസ് ആണ്. നമുക്ക് റീജിയൻസ് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ആ ഒരു രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, next, prove that complete graph K5 is planar. The complete graph K4 contains 4 vertices and 6 edges, right? അതായത് നമുക്കവിടെ K4ൻ്റെ കേസിൽ നമുക്കറിയാം അവിടെ 4 vertices ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്, 6 edges ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. Then we know that for a connected planar graph 3V minus E is always greater than or equal to 6. So if we are substituting the values here, we have 3 into 4 minus 6 is equal to 6, right? That is 12 minus 6, that is greater than or equal to 2. So it satisfies the property. So we can say this K4 is a planar graph. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രോപ്പർട്ടീസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസിലേക്ക് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതൊരു പ്ലാനാർ ഗ്രാഫാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 3V minus E greater than or equal to 6 അതല്ലെങ്കിൽ നമുക്ക് ഫേസസ് അല്ലെങ്കിൽ റീജിയൻസ് തന്നുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലാനാർ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂളേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, so non-planar graph. A graph is said to be non-planar if it cannot be drawn in a plane so that no edge cross. നമ്മൾ പ്ലാനാർ എന്താണെന്ന് പറഞ്ഞു, അതായത് ക്രോസ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ഗ്രാഫിനെയാണ് നമ്മൾ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നോൺ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫിൽ അവിടെ എഡ്ജസ് നമ്മൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവിടെ ക്രോസിങ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണെന്ന് പറയാം, അതൊരു നോൺ പ്ലാനാർ ഗ്രാഫാണെന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു K5 K33 ഒരു നോൺ പ്ലാനാർ ഗ്രാഫിന് എക്സാമ്പിളാണ്. അപ്പോൾ സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ്, കംപ്ലീറ്റ് ഗ്രാഫാണ് K5. അതുപോലെ തന്നെ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് K33. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള എല്ലാ ഗ്രാഫ്സും ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് കുറേയൊക്കെ എഡ്ജസിൻ്റെ കേസ് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കേസാണ് പറയുന്നത്. കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, അത് നോൺ പ്ലാനാർ ഗ്രാഫാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതല്ല എങ്കിൽ നമുക്ക് യൂളേഴ്സ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് അതൊരു പ്ലാനാർ ഗ്രാഫാണോ അല്ലെങ്കിൽ നോൺ പ്ലാനാർ ഗ്രാഫാണോ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ വേർട്ടീസസും എഡ്ജസും
ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ here we have a theorem, and this is not important for you actually, and I'm just mentioning it here. Kuratowski's theorem: a graph is non-planar if and only if it contains a subgraph homomorphic to K33 or K5. അതായത് ഒരു ഗ്രാഫ് നോൺ പ്ലെനാർ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അതിൽ ഒരു K33 അല്ലെങ്കിൽ K5 എന്നുള്ളൊരു സബ് ഗ്രാഫിന് ഹോമോമോർഫിക് ആയിട്ടുള്ളൊരു സബ് ഗ്രാഫ് അവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് ആ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സബ് ഗ്രാഫിൽ K5 അല്ലെങ്കിൽ K33 പ്രസൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഹോമോമോർഫിക് ആയിട്ടുള്ള സബ് ഗ്രാഫ്സ് അവിടെ പ്രസൻ്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് നോൺ പ്ലെനാർ ആണ് നമുക്ക് പറയാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ചിലപ്പോൾ നമുക്ക് എല്ലാം ആ ഒരു രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചില എഡ്ജസ് ചിലപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ആ ഒരു പെർട്ടിക്കുലർ സബ് ഗ്രാഫ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓക്കെ, ആ ഒരു ഗ്രാഫ് ഇതിന് ഹോമോമോർഫിക് ആണ്, സബ് ഗ്രാഫ് ഇതിന് ഹോമോമോർഫിക് ആണ്, സോ ഇറ്റ് ഈസ് നോട്ട് പ്ലെനാർ, അല്ലെങ്കിൽ അത് നോൺ പ്ലെനാർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പല രീതിയിൽ നമുക്ക് ഇത്തരം കേസസ് കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാം അതൊരു പ്ലെനാർ ഗ്രാഫാണോ അല്ലെങ്കിൽ നോൺ പ്ലെനാർ ഗ്രാഫാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ കേസിൽ നമുക്ക് യൂളേഴ്സ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ v - e + r = 2, അല്ലെങ്കിൽ 3v - e ≥ 6. അപ്പോൾ ഇത്തരം ഇക്വേഷൻസ് കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അത് പ്ലെനാർ ആണോ അല്ലെങ്കിൽ നോൺ പ്ലെനാർ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വരുന്ന രണ്ടെണ്ണമാണ് K5ഉം K33. അതാണ് ഇവിടെ പ്ലെനാർ ഗ്രാഫിൽ മെയിനായിട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ കേസിൽ കംപ്ലീറ്റ് ഗ്രാഫിൽ K4 വരെയുള്ള എല്ലാം എന്താണ് ആക്ച്വലി പ്ലെനാർ തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ 1 വേർട്ടീസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നുമില്ല, 2 വേർട്ടീസസ് ആണെങ്കിൽ ജസ്റ്റ് ഒരു എഡ്ജാണുള്ളത്, 3 ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും, അവിടെയൊന്നും ക്രോസിംഗ് ഒന്നും വരുന്നില്ല. 4 ആണെങ്കിൽ ഈ ഒരു രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഈ ഒരു രീതിയിൽ മാറ്റി വരയ്ക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്കതിന് എന്ത് പറയാൻ വേണ്ടി പറ്റും, അതും പ്ലെനാർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഓവർലാപ്പിംഗ് സംഭവിക്കാം. ഇത് രണ്ടിനും കൂടെ നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വേർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ഇവിടെ ഒരു ഓവർലാപ്പിംഗ് അവിടെ നടക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ക്രോസിങ് അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ K5 എന്നുള്ള പറയുമ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും എന്ത് സാധ്യമല്ല, പ്ലെനാർ ഗ്രാഫ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അതാണ് പ്ലെനാർ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെനാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റീജിയൻസ് കൂടി അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. എന്താണ് റീജിയൻ എന്നുള്ളത്, ഇവിടെ ഒരു ഫൈനൈറ്റ് റീജിയൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് റീജിയൻ ഉണ്ട്. ഫൈനൈറ്റ് റീജിയൻ ആകുമ്പോൾ നമുക്ക് ഫൈനൈറ്റ് ഏരിയ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഒരു ബൗണ്ടറി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് അത്തരം ഒരു പെർട്ടിക്കുലർ ഏരിയ പറയാൻ വേണ്ടി പറ്റില്ല. ഏതൊരു പ്ലെനാർ ഗ്രാഫിലും ഒരു ഇൻഫൈനൈറ്റ് റീജിയൻ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്ലെനാർ ഗ്രാഫ്. താങ്ക് യു.